ഈ 24-ൽ വന്നിട്ടുള്ള കുറെ ഇഷ്യൂസ് കാരണം ചേട്ടൻ എല്ലാരും കൂടെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തോന്നുന്നു. ഇവർക്കൊന്നും എന്നെ പറയാനുള്ള ഒരു വോയിസും ഇല്ല. ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം ഇതിന്റെ ഇരട്ടി മോശപ്പെട്ട്. അപ്പുറത്തെ മനോജ് എന്നൊരു ചെറുപ്പക്കാരൻ, പുള്ളി പാമ്പിനെ പിടിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഒരു പാര പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം, പാമ്പിനെ മൃഗീയമായി ദ്രോഹിക്കുന്ന ഒരു സാധനം എൻ്റെ ഉണ്ട്. പിന്നെ അത് ഞാൻ എൻ്റെ അപ്പുറത്ത് തൊട്ടടുത്തിരുന്ന വേറൊരു പറയും എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല, അദ്ദേഹം ഡോഗിനെ പിടിക്കുന്ന ആളാണ്. പാമ്പോട്ട് യാതൊരു ബന്ധമില്ല, നായ പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ചാനൽ ചർച്ചയിൽ വന്നിട്ട് പിടിക്കുന്ന ലേഡി റോഷിൻ്റെ കേസിൽ തന്നെ 3-4 പേരിൽ തന്നെ 3-4 അലിഗേഷൻ ഉള്ളതാണ്. പിന്നെ ഞാനതൊന്നും പറയുന്നത് മീഡിയാസിൽ പറയാൻ പറ്റുന്ന ഒരാളല്ല, അത് പറയാനും പാടില്ല. അറിയില്ല, പുള്ളിക്കൊന്നും എന്നെ പറയാനുള്ള വോയിസ് ഇല്ല, എന്നെ ചോദ്യം ചെയ്യാനുള്ള വോയിസ് അതിൽ ആർക്കില്ല. കാരണം ഒരു വനം വകുപ്പിൻ്റെ ഓഫീസർമാർക്ക് മാത്രമേ എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. ഇവർക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. ഈ 5 വർഷം കൊണ്ട് കടികിട്ടിയ 116 പേർക്കാണ് പാമ്പ് പിടുത്തക്കാർക്ക്. അതിൽ എത്ര പേര് മരണപ്പെട്ടു? പിന്നെ കണക്കെന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും വെളിയിൽ പറയത്തില്ല. വാവാ സുരേഷിന് കടി കിട്ടുമ്പോൾ മാത്രമേ അത് ആഘോഷിക്കുന്നു. ഇതൊക്കെ ചോദ്യം ഒരുപാട് സാധനങ്ങൾ എൻ്റെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് സർക്കാരിൻ്റെതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അഷ്ടാംഗ സംഗ്രഹം അതാ. ഇപ്പം നിങ്ങൾക്കത് കാണാം, കണ്ടോ? അപ്പം ആളുകൾ മനസ്സിലാക്കി വെച്ചത് വെച്ചിട്ട് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും എന്താണ് ബ്ലഡ് ഫ്ലോ കൂടും, അപ്പൊ വേഗം ആളുകൾ തട്ടിപ്പോവും. പിന്നെ എന്തിനാണ് വാവാ സുരേഷ് അങ്ങനെ പറയുന്നതെന്നുള്ളതാണ് ആളുകളുടെ മണ്ടത്തരമല്ലേ ഇത്. ഇതിൽ അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ ചുമ്മയാണോ? ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കാട്ടിലാണ്. പക്ഷെ ഇവിടെ പാമ്പ് വരുമോ എന്നുള്ളൊരു പേടി എനിക്കില്ല. കാരണം എൻ്റെ കൂടെ ഉള്ളത് വാവാ സുരേഷ് ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതില്. ഞാൻ ശരിക്കും പറഞ്ഞ കൗമുദിയിലൊക്കെയാണ് ചേട്ടനെ കണ്ടിട്ടുള്ളത് കുറേ അധികം. ഇപ്പൊ എങ്ങനെ പോകുന്നു? ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നല്ല തിരക്കാണ്, നല്ല കോളുണ്ട്. പക്ഷെ ഇപ്പൊ വേനലാണ്. പിന്നെ നമ്മളിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പാമ്പുകളുടെ ഒരു താഴ്വര ആയിരുന്നു, ഇപ്പം ഇല്ല. കാരണം അവർക്ക് പറ്റിയൊരു സാഹചര്യം അല്ലാതായി മാറി. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്ന് തന്നെ ഇവിടെയൊക്കെ വേസ്റ്റുകളും കൊണ്ടിട്ട് തീ വിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു സ്ഥലമുണ്ട്. ഒരുപാട് പാമ്പും അതുപോലെ തന്നെ ആമ അതുപോലെ തന്നെ ഓട്ടം നീർനായ. ഇവിടെ ഒരു താഴ്വരയായിരുന്നു എൻ്റെ ചെറുപ്പം. ഇപ്പം അതൊന്നുമില്ല, എല്ലാം പാവങ്ങളെല്ലാം നശിച്ചു. കാരണം മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞ് എല്ലാം ഇല്ലാതായി. പോട്ടെ, അതൊക്കെ നമുക്ക് വിടാം. നമ്മുടെ നാട് മൊത്തം അങ്ങനെയാണ്. അത് നമ്മൾ ഓർമ്മിക്കാം. അതെ, അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഡെയിലി കോളുകളുണ്ട്, ഒത്തിരി കോളുണ്ട്. 10, 14, 15 കേസുകളുണ്ട് കൊണ്ട്. അതുപോലെ മെനിങ്ങാന്ന് 2 ദിവസം മുന്നേ കൊണ്ട് വിട്ടിട്ട് വന്നതേ ഉള്ളൂ. കാട്ടിൽ പത്തനംതിട്ട ശബരിമല റോഡിൽ ഗവിയിലേക്ക്, അല്ല നമ്മുടെ പമ്പയിലേക്ക് പോകുന്ന വഴിയിൽ ഒക്കെയാണ് തുറന്ന് വിടുന്നത്. അങ്ങനെ റിലീസ് ചെയ്ത് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് രാവിലെ നിങ്ങൾ വരുന്നതുകൊണ്ട് വേറെ കോളൊന്നും അറ്റൻഡ് ചെയ്യില്ല. കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞാലേ ഇനി അടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പോകുന്നു. എത്ര ഫോണുണ്ട് ചേട്ടന്? ഫോണ് 2 ചെറിയ കുഞ്ഞു ഫോണുണ്ട്. 93 87 97 44 41 ആദ്യത്തെ നമ്പർ റിലയൻസ് നമ്പറായിരുന്നു, അത് BSNL ആക്കി. പിന്നെ 8281 എന്നുള്ള ഒരെണ്ണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 9947 എന്നുള്ള വാട്സാപ്പ് നമ്പർ, അത് വാട്സാപ്പ് മാത്രമേ ഉപയോഗിക്കുന്നത്. അതിൽ അവിടെ വിളിക്കുന്നത് അപൂർവം പേരെ വിളിക്കും. അത് ഞാൻ വിളിച്ച സാധനം എടുക്കാറില്ല. പിന്നെ വല്ല മീഡിയാസിൻ്റെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ എടുക്കാറുള്ളൂ. വേറെ ആരും വിളിച്ചാൽ വാട്സാപ്പ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വെച്ച് കളിച്ചുകൊണ്ട് നമ്മളെ മേഖലയിൽ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മൊബൈലിൽ കയറി എന്തെങ്കിലും കളിച്ചുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ലഹരിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാന്നിരിക്കും. അപ്പോൾ ആ കോൾ വന്നില്ല അവർ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ അത് അതിൻ്റെ ജോലിക്ക് പോകും. അതുകൊണ്ട് പരമാവധി വാട്സാപ്പിൽ കയറാതിരിക്കും. ഇപ്പൊ ഈ 24-ൽ വന്നിട്ടുള്ള കുറെ ഇഷ്യൂസ് കാരണം ചേട്ടൻ എല്ലാരും കൂടെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തോന്നി. അത് ഇപ്പം നേരത്തെ ചേട്ടൻ പാമ്പ് പിടിക്കുന്ന ആ ഒരു രീതി കണ്ട് പഠിച്ചിട്ടുള്ള കുറെ ആളുകളാണ്. ഇപ്പോ അതിനകത്ത് ശാസ്ത്രീയതയായി, എല്ലാ കാര്യങ്ങളുമായി. അപ്പൊ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉപ്പുവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്ത് ട്രോളുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? കാരണം ഇത്ര വർഷങ്ങളായിട്ട് ചേട്ടൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ എനിക്ക് അവരുടെ മറുപടി, കാരണം ഈ അതിൽ വന്നിരുന്ന ഒരാൾ പോലും പെർഫെക്റ്റ് എല്ലാം ചിന്തിക്കുന്ന ഒരാളാണ്. പാമ്പ് കടിയെക്കുറിച്ച് ചികിത്സിക്കാൻ വന്നത്, പാമ്പ് കടിയെക്കുറിച്ച് പറയാൻ വന്ന ആൾ വെറ്റിനറി ഡോക്ടറാണ്, ഒരു ഡോക്ടർ അല്ലാതെ ഉള്ളൂ. അത് തന്നെ ഏറ്റവും വലിയൊരു കുറവാണ് അതിൽ. അതിൻ്റെ അപ്പുറത്ത് നേരെ പെണ്ടിരുന്ന ഒരാൾ പാമ്പുകളെ തലയിൽ പിടിക്കരുതെന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും ഇന്നലെ എൻ്റെ ഇരിപ്പുണ്ട്. വലിയൊരു പെരുമ്പാമ്പ് വയറ്റിൽ കിടക്കുന്ന രാജവമ്പാലയുടെ തലയിൽ അമർത്തി പിടിച്ചിട്ട് വാലും ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ പോലെ 2 പേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ കുറേ അലിഗേഷൻസ് ഉണ്ടായിരുന്ന വോയിസ് റെക്കോർഡുകളും മറ്റുമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് പോലും വളരെ മോശപ്പെട്ട ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അതുപോലും ഞാനെടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുണ്ട്. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തിരുന്ന വനം വകുപ്പിൻ്റെ പാമ്പിനെ പിടിക്കുന്ന ലേഡി
റോഷിൻ്റെ കേസിൽ തന്നെ 3-4 ഇപ്പോൾ പേരിൽ തന്നെ 3-4 അലിഗേഷൻ ഉള്ളതാണ്. പിന്നെ ഞാനതൊന്നും പറയുന്നത് മീഡിയാസിൽ പറയാൻ പറ്റുന്ന ഒരാളല്ല, അത് പറയാനും പാടില്ല. 3-4 അത് പലർക്കും അറിയാം, മറ്റുള്ളവർക്ക് അതിന് വനം വകുപ്പ് പല രീതിയിലുള്ള കേസ് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും അത് അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തിരുന്ന മറ്റൊരു പാമ്പ് സംരക്ഷണ അഡ്വക്കേറ്റ് ഒന്നും ട്രിവാൻഡ്രത്തുള്ള പുള്ളി പാമ്പിനെ പിടിക്കുന്നതായിട്ട് എനിക്കറിയില്ല. പുള്ളിക്കൊന്നും എന്നെ പറയാനുള്ള വോയിസില്ല, എന്നെ ചോദ്യം ചെയ്യാനുള്ള വോയിസ് അതിൽ ആർക്കില്ല. കാരണം ഒരു വനം വകുപ്പിൻ്റെ ഓഫീസർമാർക്ക് മാത്രമേ എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. ഇവർക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. പിന്നെ നിങ്ങൾ നിങ്ങൾ ഈ മീഡിയയിൽ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മനോജ് എന്നൊരു ചെറുപ്പക്കാരൻ, പുള്ളി പാമ്പിനെ പിടിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഒരു പാര പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം, പാമ്പിനെ മൃഗീയമായി ദ്രോഹിക്കുന്ന ഒരു സാധനം എൻ്റെ ഉണ്ട്. പിന്നെ അത് ഞാൻ എൻ്റെ അപ്പുറത്ത് തൊട്ടടുത്തിരുന്ന വേറൊരു പറയും എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല, അദ്ദേഹം ഡോഗിനെ പിടിക്കുന്ന ആളാണ്, പാമ്പോട്ട് യാതൊരു ബന്ധമില്ല, നായ പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട്. അപ്പോൾ അതൊക്കെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്, പലതുപോലെ കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഞാൻ നല്ല മറുപടി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ചാനൽ ചർച്ചയല്ലേ, കുറേയൊക്കെ അവർ റേറ്റിങ്ങിന് വേണ്ടി അവർ ചില സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് അടുത്ത് പറഞ്ഞാൽ അവിടെ ഇടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയാൻ തോന്നിയില്ല. പിന്നെ ഇവർക്കൊന്നും എന്നെ പറയാനുള്ള ഒരു വോയിസും ഇല്ല. ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം ഇതിൻ്റെ ഇരട്ടി മോശപ്പെട്ടില്ല. ഞാൻ പാമ്പിനെ പിടിക്കുന്ന മേഖലയിലേക്ക് വരുമ്പം ഇതൊക്കെയാണ് മെത്തേഡുകൾ. പിന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉപ്പുവെള്ളത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തിൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് സർക്കാരിൻ്റെതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിൻ്റെ ഒരിക്കലും അല്ല. അതെങ്ങനെ ചെയ്യണം? സർക്കാരിൻ്റെ ആപ്പാണെങ്കിൽ ഈ സർപ്പ എന്ന ആപ്പിൽ വനം വകുപ്പ് ഒരു വ്യക്തിയുടെ പേരിൽ ജോസ് ലൂയിസ് എന്ന ആളാണ് ആ ആപ്പ് കൈകാര്യം ചെയ്യുന്നത്. വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒരു ആപ്പ് ലോക്കലായിട്ടുള്ള ഒരാൾ എങ്ങനെ എന്താ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ജോസ് ലൂയിസ് എന്ന ആളുടെ പേരാണ് ആപ്പ് ഇരിക്കുന്നത്. ആ ആപ്പിൻ്റെ യഥാർത്ഥത്തിൽ സർപ്പ എന്നുള്ള പേരിൻ്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ സ്നേക്ക് .org എന്നാണ്. ORG അതിനെ പേര് മാറ്റിയാണ് ഇത്. ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പലരുടെയും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ആപ്പ് കൈകാര്യം ചെയ്തിട്ട് ഇതുവരെ അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്തിട്ടില്ല. ഇനി ഫണ്ട് കൊടുക്കേണ്ട, അദ്ദേഹം അതിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ ആപ്പ് ഇപ്പോൾ കേരളത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിന് ഇവർ എഗ്രിമെൻ്റ് ആക്കിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഈ ആപ്പ് വിജയിച്ചു എന്നും കേരളത്തിൽ വിജയിച്ച് പൂർണ്ണ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആപ്പിനെ അദ്ദേഹം തമിഴ്നാട്ടിന് കൊടുക്കാൻ വേണ്ടി ഡീൽ ചെയ്തിരിക്കുകയാണ്. എത്ര ലക്ഷം രൂപ നമ്മൾ വിചാരിച്ചിരുന്നുണ്ടല്ലോ സർപ്പ ആപ്പ് സർക്കാരിന്റെ സർക്കാരിന്റെ എന്തെല്ലാം ആപ്പുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആപ്പ് സർക്കാരിന്റെ പേരിലല്ലേ, സർക്കാരിലെ കൈകാര്യം ചെയ്യുന്നത്, ഗവൺമെന്റ് ജീവനക്കാരിലെ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ ലോക്കൽ ഒരാൾ കൈകാര്യം ചെയ്യാൻ പറ്റുക? സർക്കാരിൻ്റെ ഈ ലോഗോ എങ്ങനെ ഈ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പെർമിഷൻ ആരാ കൊടുത്തത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ നല്ലതായിട്ട് ഫണ്ട് വാങ്ങിയിട്ട് വനം വകുപ്പ് മന്ത്രി അറിയാതെ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനൊന്നും അറിയാതെയാണ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അവർക്കൊന്നും ഇതറിയില്ല. ഏതോ ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് നല്ല പൈസ പുള്ളിയിരുന്ന് വാങ്ങിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഒന്നും ഞാൻ തുറന്ന് പറയാം, എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല ഇത് ചെയ്തിരിക്കുന്നത്. അല്ല വേറെ ഒന്നുമല്ല, ഇതൊക്കെ എല്ലാം തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ വനം വകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇൻഷുറൻസ് ഉണ്ടോ? ഒരു സാധനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം എത്ര ട്രെയിനിങ് കൊടുത്ത് എത്ര കേരളത്തിലുണ്ട് പാമ്പിനെ പിടിക്കാനായിട്ട്? ഇതെല്ലാം തെറ്റായ ധാരണ. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, കേരളത്തിൽ ഈ 5 വർഷം കൊണ്ട് ഇവർ ബൈറ്റ് ഇല്ലാത്ത ക്യാച്ചർമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പ് കടി ഇല്ലാത്ത പാമ്പ് പിടുത്തക്കാർ. ഈ 5 വർഷം കൊണ്ട് കടി കിട്ടിയ 116 പേർക്കാണ് പാമ്പ് പിടുത്തക്കാർക്ക്. അതിൽ എത്ര പേര് മരണപ്പെട്ടു? ഇതിൻ്റെ കണക്കെന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും വെളിയിൽ പറയത്തില്ല. വാവാതുരേഷിന് കടി കിട്ടുമ്പോൾ മാത്രമേ അത് ആഘോഷിക്കുന്നുള്ളൂ. ഇതൊക്കെ ചോദ്യം ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു ഇതൊന്നുമല്ല, ഞാൻ ഇതെല്ലാം റെഫർ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ എന്നെ അടിക്കുമ്പോൾ ഞാൻ തിരിച്ചടിക്കണ്ടേ? ഇത് മാത്രമല്ല, നമുക്കൊരു കാര്യമുണ്ട്. ഇപ്പം ഇവർ നടത്തുന്നൊരു സംരംഭത്തെ എതിർക്കാനും ആൾ വേണം, അല്ലെങ്കിൽ ഇത് വഴിതെറ്റി ഇപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ കുറേ അടിമകളല്ലേ ഉള്ളൂ, അല്ല പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ഇവർ ട്രെയിനിങ് കൊടുത്ത കുറേ പേര് എറണാകുളം ജില്ലയിൽ 28 മാറി, തൃശ്ശൂർ ജില്ലയിൽ മാറി. ഇവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് അവരാണ് ഓരോ ഡീറ്റെയിൽസ് എനിക്ക് തരുന്ന കാര്യങ്ങളിപ്പോൾ. എന്ന് വെച്ചാൽ ഇതൊരു അടിമ ഇതാണെന്നും ഇതിനെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പാടില്ലെന്നും, ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് എങ്ങനെ പോകുന്നത്. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യം ഒരു കാര്യം കാണിക്കാം, നമ്മുടെ ചാനലിൽ കൂടി ഒരു കാര്യം കാണിക്കാം. കാരണം ഇത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ അന്ന് ഞാനൊരു ഉപ്പുവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പുവെള്ളത്തിൻ്റെ കാര്യം ഒരു 3 വർഷങ്ങൾക്ക് പിന്നെ ചാനൽ കൊറോണ കഴിഞ്ഞ ഉടനെയാണെന്ന് ഒരു കോട്ടയത്ത് നിന്ന് ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വീഡിയോ കൊടുത്തതാണ്. അതിലെന്താണ് പറയുന്നത്, പാമ്പ് കടിയേറ്റാൽ ഉപ്പുവെള്ളം കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാം, പഴയ ആധികാരിക ഞാൻ ഇപ്പോൾ പറഞ്ഞാണ്ട് ആയുർവേദ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പറയുന്നുള്ളത്, ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ പറയാം, അഷ്ടാംഗ സംഗ്രഹം. ഈ ബുക്ക് ആ സംഗ്രഹത്തിൽ പറയുന്നൊരു കാര്യമാണ്. ആചാര്യന്മാർ പറഞ്ഞിരിക്കും, പണ്ട് ചികിത്സ ചെയ്തവർ പറഞ്ഞിരിക്കുക, അഷ്ടാംഗ സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കത് കാണാം. കണ്ടോ, പാമ്പ് കടി ഏൽക്കുന്ന ആളിന്, അതായത് മൂർഖൻ പാമ്പിൻ്റെ കടിയേൽക്കുന്ന ആളിന് അതായത് പണ്ടത്തെ നാടൻ ചികിത്സ പൊക്കിളിന് ചുറ്റുമോ ഹാർട്ടിലോ കഫക്കെട്ടുണ്ടാകുമ്പോൾ ഈ കഫം പുറത്തേക്ക് തള്ളുമ്പോഴത്തേക്ക് നമുക്ക് കെട്ടിക്കിടന്ന ശ്വാസം എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് അറസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് മരണപ്പെടും. അപ്പോൾ ഛർദി മരുന്നുകൾ
അന്ന് ഏതും സേവിക്കാം. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം സോഡിയത്തിൻ്റെ അളവ് കൂടുതലാണ്. പാമ്പിൻ്റെ മരത്തിലും സോഡിയത്തിൻ്റെ അളവുണ്ട്. പക്ഷേ അത് ബ്ലഡിലേക്കാണ് വരുന്നത്. ഇത് നമ്മൾ ആ കഫം കെട്ടാൻ നോക്കണം. ഒന്ന് വായിച്ചു നോക്കൂ. ഉപ്പുവെള്ളം ഛർദി ഉണ്ടാക്കുന്നു, ഉപ്പുവെള്ളം സേവിച്ച്. ബാക്കിയാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം നിങ്ങൾക്ക്. ഇതിനിടയിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളത് കാണിക്കണം. കാരണം ഉപ്പുവെള്ളം കൊടുക്കുന്നത് ഛർദിപ്പിക്കാൻ നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. ഛർദിപ്പിക്കാൻ അത് നിങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരിക്കലും പാമ്പ് കടിയേറ്റാൽ ഉപ്പുവെള്ളം കുടിച്ചാൽ രക്ഷപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എയ്ഡായി. ഇപ്പോൾ നമ്മൾ കെട്ടുന്ന കയറ് റോപ്പ് വെച്ച് കെട്ടാൻ പാടില്ല, തുണി ഉപയോഗിച്ച് കെട്ടാൻ പാടുള്ളൂ, ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ആ ഫസ്റ്റ് എയ്ഡ് ചികിത്സാ രീതിയിൽ ഉപ്പുവെള്ളം കഫക്കെട്ട് ഇപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ, മൂർഖൻ്റെയോ ശംഖുവിൻ്റെ കടി ശ്വാസതടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ ഏത് വനമുള്ള പാമ്പിൻ്റെ അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കൊടുക്കുമ്പോൾ കഫം കെട്ടിയിട്ടാണ് ശ്വാസം എടുക്കാൻ പറ്റാതെ വരും. ഇപ്പം ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ട് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും എന്താണ് ബ്ലഡ് ഫ്ലോ കൂടും, അപ്പോൾ വേഗം ആളുകൾ തട്ടിപ്പോവും. പിന്നെ എന്തിനാണ് വാവാ സുരേഷ് അങ്ങനെ പറയുന്നതെന്നുള്ളതാണ് ശുദ്ധ മണ്ടത്തരമല്ലേ ഇത്. ഇതിൽ അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ ചുമ്മയാണോ പറയുന്നത്? ഇതൊക്കെ എന്താ പറയുക, ആയിരക്കണക്കിന് ചികിത്സകൾ ചെയ്ത ആൾക്കാരല്ലേ പറയുന്നത്. അത് ആയുർവേദത്തിൽ നാടൻ ചികിത്സാ രീതിയിൽ ഇത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആയുർവേദത്തിൽ നാടൻ ചികിത്സ, നാടൻ പണ്ടത്തെ പാമ്പ് കടിയിലേക്കുള്ള പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിക്കണം. ഇപ്പൊ ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോ ഇപ്പൊ നമുക്ക് കഫം ഉണ്ടാവും. ആ കഫം പുറത്തേക്ക് പോയില്ലേ പെട്ടെന്ന് കഫമുള്ള ആൾക്കാരാണോ? അല്ലാണ്ട് പാമ്പ് കടി കേൾക്കുമ്പോ ആ തടസ്സം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോ, അപ്പൊ കഫം കൂടുമ്പോ, അപ്പോൾ കഫം പുറത്തേക്ക് പോകാൻ ഛർദി മരുന്നുകൾ കൊടുത്തിരുന്നു വെണ്ടക്കേശത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ഉപ്പുവെള്ളം ചെയ്തിട്ട് കൊടുത്തിരുന്നു ഇതിൽ വെണ്ടക്കേശത്തിൽ പറയുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ചേട്ടൻ ആരെങ്കിലും അത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിത് ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഇത് വൈദ്യന്മാരുടെ ഞാൻ പാമ്പടി കിട്ടുമ്പോൾ വൈദ്യന്മാരുടെ ഒരുപാട് കേരളത്തിലെ പണ്ട് അധികാരമായിട്ട് ചികിത്സിച്ച വൈദ്യന്മാരൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ചികിത്സാ രീതി, എന്തൊക്കെയാണ് മരുന്നുകൾ. അപ്പോൾ ചെറിയ അരയൻ, വലിയ അരയൻ എന്നറിയപ്പെടുന്ന കേരള കൂടി ഇങ്ങനെ ഒരേ മരുന്നുകളുടെ പേര് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇങ്ങനെ ഓരോ ചികിത്സാ രീതിയിൽ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ചികിത്സിക്കാനല്ല എന്നവർക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന്. ഞാൻ ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ ഡോക്ടർ പറഞ്ഞു വിടുന്നില്ല. ഞാൻ പെട്ടെന്ന് മോഡേൺ മെഡിസിൻ ചെയ്യുന്ന ആൾക്കാരുടെ തിരക്ക് മെഡിക്കൽ കോളേജിലേക്കാണ് ഞാൻ എല്ലാ പാമ്പടിയായിട്ടും ഞാൻ പറയുന്നത്. വൈദ്യന്മാരടുത്തും പറയാറുണ്ടത്. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നു, ഇന്നും അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു പഠനമില്ലല്ലോ. അപ്പോൾ ഞാൻ അന്നത് പറഞ്ഞെങ്കിൽ തന്നെ ഒരു ഡോക്ടറോ ഒരാളെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചതിൽ ആ സോഡിയം കൊടുത്താൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്താൽ ശരീരം തളരുന്നു എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനമുണ്ട്? ചെയ്തിട്ടില്ല, ഒരാളും ചെയ്തിട്ടില്ല. ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കറക്റ്റ് ആണോന്ന് ഏതെങ്കിലും ഒരു പഴയ ഗ്രന്ഥങ്ങളൊന്ന് ഇത് ഞാൻ കയറി ഒരുപാട് എന്താ പറയുക ആയുർവേദ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ നാടൻ ചികിത്സ ചെയ്ത വൈദ്യന്മാരടുത്തും കൺഫർമേഷൻ നടത്തിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതൊരിക്കലും പാമ്പ് ഉപ്പുവെള്ളം കുടിച്ചാൽ രക്ഷപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷേ വിമർശിക്കുന്നവർക്ക് അതുപോലെ ഉണ്ട്. എന്തെങ്കിലും കേട്ടാൽ ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ തുമ്പും വാലും മാത്രം കേൾക്കും, മദ്യം കേൾക്കില്ല, എന്നിട്ട് കഥ പറയാൻ തോന്നും. അപ്പോൾ ഇവർക്ക് ഇതിനൊരു പ്രത്യേകത എന്നറിയാമോ? ഈ ആപ്പ് തുടങ്ങിയതിന് ശേഷം ഇവരെല്ലാം ഓരോ ജില്ലയ്ക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അതിനെ വിമർശിക്കുക. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് അവര് മാറിയവരാണ് ഇത് എന്നോട് പറഞ്ഞത്. അതെന്തുകൊണ്ട് ചേട്ടാ ചേട്ടന്റെ മാത്രം, അതായത് ചേട്ടൻ പിടിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്, ശാസ്ത്രീയമായിട്ടല്ല ഒരു പാമ്പിന്റെ അടുത്ത് ഇടപഴകുന്നത് എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ചേട്ടനെയാണ് ആദ്യം, ഇവരൊക്കെ പിന്നീടാണ് വന്നത്. അതെ, ഞാൻ ചോദിക്കട്ടെ, ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുത് എന്നുള്ളതാണ്. പാമ്പ് പറമ്പിൽ ജീവിക്കേണ്ടത്. ഇന്ന് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ നിയമവിരുദ്ധമല്ലേ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു പാമ്പിനെ കൊണ്ട് 150 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പാമ്പിനെ ദ്രോഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ? ഒരു പാമ്പിനെ കൊണ്ട് വരുന്ന റോഡിൽ പോകുന്നവരൊക്കെ വിളിച്ചേറ്റി പാമ്പിനെ തൊടിയിച്ച് അങ്ങ് വിടുകയാണ്. ലൈസൻസ് എന്നൊരു സംവിധാനമൊന്നും ഇല്ല. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഭേദഗതി പെടുത്തണമെങ്കിൽ എന്താ പറയുക, നിയമസഭയിൽ ചർച്ച ചെയ്യണ്ടേ, പാസ്സാക്കണ്ടേ? നടന്നിട്ടുണ്ടോ? കേന്ദ്ര നിയമത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? എനിക്ക് അറിയാതെ ചോദിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലുള്ള സ്ഥാനത്തെ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ കേരളത്തിൽ? ഇത് 1-2 വ്യക്തികൾ എനിക്കെതിരെ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഇവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഞാനൊരു ഫോട്ടോസ് ഒന്ന് കാണിക്കാം, ഒന്ന് കണ്ടിട്ട് പറയണം. കാരണം പാമ്പിനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണിത്. 2017 പിടിക്കുന്നതാണ്. 2017 വയറ്റിനകത്തൊരു വലിയ പെരുമ്പാമ്പാണ് കിടക്കുന്നത്. ഈ പാമ്പ് ചത്തുപോകത്തില്ലേ? 10 ചത്തു. ഞാൻ 2006 തലയിൽ പിടിക്കുന്നത്.
2006 വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്ത ആദ്യമായിട്ട് ഞാനാണ്. വനം വകുപ്പിന് അതും ഞാൻ കാണിക്കും. ഇതൊക്കെ നിങ്ങളെ കാണിക്കും. ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഇതൊക്കെ ജനങ്ങളെ കാണിക്കണമെന്ന് ഞാൻ പറയും. ഇത് ഇന്നത്തെ റാന്നിയിൽ റേഞ്ച് ഓഫീസറായിരിക്കുന്ന ജയൻ എന്ന് പറയുന്ന സാർ, ജയൻ എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം പാമ്പിനെ പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ട് അദ്ദേഹം പിടിക്കുന്നത് കൈകൊണ്ടല്ല, പൈപ്പിലൂടി, PVC പൈപ്പിലൂടി കണ്ടോ. 2006 ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവരാണോ ആദ്യം ട്രെയിനിങ് കൊടുക്കുന്നവർ പറയുന്നത്? കേരള ചരിത്രത്തിൽ ആദ്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുമ്പോൾ വനം വകുപ്പിന് ട്രെയിനിങ് കൊടുക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലാണ് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തത് ഞാൻ. അപ്പോൾ എവിടെ ചെന്നിട്ട് എൻ്റെ പേര് പറയുമ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം നിയമവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാലോചിച്ച് സർപ്പ എന്ന ആപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ വേറൊരാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നിയമവിരുദ്ധമല്ലേ? അത് മാത്രമല്ല, ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ പാമ്പിന് എന്താ പറയുക, ഒരു പാമ്പിനെ പിടിക്കാൻ ഒരാൾ പോകുന്നു, അവിടെ വിളിച്ചിട്ട് ആരാൾ വന്നോ അല്ലെങ്കിൽ അതെങ്ങനെ വന്നു, പൈസ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വനം വകുപ്പിൻ്റെ ഈ സർപ്പയുടെ വോളണ്ടിയർ അവർക്ക് ചോദിക്കാൻ അധികാരമുണ്ടോ? എങ്ങനെ ചോദിക്കും? അതിൽ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട് നിയമസഭയിൽ. അതിൽ ഞാനൊരു പെറ്റീഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗണേശ് സാർ ഉണ്ടായിരുന്നു അന്ന്. ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു അന്ന്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ പരാതികൾ, ഈ സർപ്പ എന്നുള്ള ആപ്പിലുള്ള ഒരാളിനെ കോർഡിനേറ്റർ ഒന്നും വെക്കാൻ പാടില്ല. വനം വകുപ്പിൻ്റെ ഒരു ഇതിൽ എങ്ങനെയാണ് കോർഡിനേറ്റർ വെക്കുക? സർക്കാർ സംവിധാനത്തിലുള്ള സർക്കാർ ഗവൺമെൻറ് ജീവനക്കാർ മാത്രമേ ഇതിൽ അധികാരികളായിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്ന് നിയമം പാസ്സാക്കിയതാണ്. ഇന്നെന്താ നടക്കുന്നതിൽ? വർണ്ണവനും പോണവനൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് എന്നെ പൂട്ടണമെന്ന് മാത്രമേ ഇവർക്കുള്ളൂ. ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 2010 2021 2021 ഒരു ചർച്ചയുണ്ട് ഗ്രൂപ്പിൽ. അത് കാസർഗോഡുള്ള ചെറുപ്പക്കാരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നു, ബാബ സുരേഷ് ഇനി പാമ്പിനെ പിടിക്കില്ല, 5 ലക്ഷം രൂപ പന്തയം വെക്കുന്നു എന്ന് പറഞ്ഞു അന്ന്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? എനിക്കെതിരെ ഞാനില്ലാതാവണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാദമായൊരു കേസാണ് നമ്മുടെ ഉത്തരാക്കൊല കേസ്. അറിയാലോ, അതിന് ആധാരമായത് ഞാനാണ്, വേറെ ആരുമില്ല. ഞാനാണെന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഇവർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇതായിരിക്കാം, അല്ല വേറെ അല്ല. ഇപ്പം ഞാൻ ഇവരെ കുറിച്ചൊന്നും പറയാറില്ല, ഇവരെ വീട്ടുകാരൊന്നും പറയാറില്ല, അവരെ കുടുംബത്തിൽ. ഇപ്പോൾ എനിക്കാണെങ്കിൽ എന്നെ ഇവരൊക്കെ പറയാറുണ്ട്. ചില വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ എൻ്റെ അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്ന ടീം അംഗങ്ങളിലുണ്ട്. ഞാനൊന്നും തിരിച്ചതുപോലെ പറയാറില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, ഒരു പാമ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയാതിരിക്കുന്നില്ല. പറയുമ്പോൾ അദ്ദേഹം കുറച്ച് അറിയപ്പെടുന്ന ഒരാളായി മാറും. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തിഹത്യ പാടില്ലാന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല ഒരു കവാലത്തെ അടിക്കുമ്പോൾ 2 കവാലം കാണിച്ചു കൊടുക്കാനായിട്ട്. എന്നെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും. എനിക്കെതിരെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടി. അവർ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇതിലൊരു വീഡിയോ ഞാനിപ്പോൾ എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ, പാമ്പിനെ പിടിക്കുന്ന ഒരാൾ, ഒരു ഫോട്ടോഗ്രാഫർ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്നു. കേരളത്തിൽ 30 കടികൾ കിട്ടിയ ഒരാളുണ്ട്, പേര് പറയുന്നില്ല. 30 കടി വാങ്ങിച്ചിട്ട് ഞാൻ നല്ല ക്യാച്ചർ എന്നാണ് പറഞ്ഞ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് എന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മറുപടി ഇട്ടു, മനുഷ്യ, ഞാൻ എന്തെങ്കിലും പറയണേ മുഖത്ത് നോക്കി പറയും. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, എൻ്റെ പേര് നിങ്ങൾക്കൊരു കടി കിട്ടിയിട്ട്, കടി കിട്ടിയവർക്കേ പറയാൻ പറ്റുള്ളൂ, അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസ് ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇത് എന്നെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് നടക്കുന്നതാണ് അന്നത്തെ ആ പ്രോഗ്രാമിൽ ഉൾപ്പെടെ കണ്ടത്. ഈ ഒരു മേഖലയിൽ ബാബ സുരേഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ചേട്ടൻ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പോൾ പ്രതികരിച്ചില്ല എങ്കിൽ ഇത് നാളെ ദുർവിനിയോഗം ചെയ്യപ്പെടും. ഇപ്പോഴും അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ മനസ്സിലാക്കണം. പലരും ഒരുപാട് റോഡിൽ പോകുന്നവരൊക്കെ വിളിച്ചിങ്ങനെ പാമ്പിനെ തൊടിയിപ്പിച്ച് അങ്ങ് വിടുന്നു. ഇവരങ്ങ് പോവുകയാണ്, അവർക്ക് പേടി മാറി പോവുകയാണ്. അവർ ഒരിക്കലും മുന്നിൽ പാമ്പിനെ പിടിക്കാൻ വരുന്നില്ല. പ്രത്യക്ഷത്തിലേ ഇവരില്ല. ഇവർക്ക് ലൈസൻസ് ഒരു സംവിധാനം ഇല്ല. ഒരു എഗ്രിമെൻറ്റ് ഇപ്പം നമ്മുടെ കേരള കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ ഒരു 3 വർഷത്തേക്ക് പാവപ്പെട്ട എൻ്റെ പ്രിയ സഹോദരിമാർ ചെന്ന് ഏറ്റവും കൂടുതൽ വേസ്റ്റ് എടുക്കുന്നവരാണ് ഞാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി. അപ്പോൾ ഇവർ 2 വർഷം 3 വർഷം താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ചപ്പ് തുറക്കുന്നു. അത്രയും പോലും വിലയില്ല എന്നുള്ളതാണ് ഇവർക്ക്. എന്നുവെച്ചാൽ ഒരു ബെനിഫിറ്റ് ഇല്ല, ഒരു ഇൻഷുറൻസ് ഇല്ല, ഒരു അംഗീകാരം. എന്ത് അംഗീകാരം ഉള്ളത്? ഒരു അംഗീകാരം ഇല്ല. ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ ഇപ്പോൾ ഗവൺമെൻറ് സർക്കാർ ജീവനക്കാരായിട്ട് ഇരിക്കുന്ന ഒരു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഫ്രീ ആയിട്ട് പോയി പിടിക്കാം, ഒരു കുഴപ്പമില്ല. അവർക്ക് ശമ്പളമുണ്ട്, ഒന്ന്. രണ്ടാമത് അവർ പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാതിരിക്കത്തില്ല. അത് പൊതുജനങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. കൊടുക്കാതിരിക്കുക, നിർബന്ധിച്ച് കയ്യിലോ പോക്കറ്റിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക, അത് വാങ്ങാറുണ്ട്. വാങ്ങിക്കില്ലെന്ന് എൻ്റെ പറഞ്ഞാൽ അടക്കത്തില്ല.
വാങ്ങാറുമുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊന്നും ചെയ്യും. ഇപ്പം ഞങ്ങനൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കുറേ കാലം ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇപ്പം ഞാൻ വണ്ടി കൂലി ഇങ്ങനെ ചോദിച്ച് വാങ്ങുന്നതിന് വാങ്ങിയാലേ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ ചേര ഒരാളിനെ കടിച്ചു വന്നിരിക്കട്ടെ, ആ കടിച്ചൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്ര രൂപ വാങ്ങിക്കും? ഒരു 10,000-15,000 രൂപ വാങ്ങിക്കും അവർ, ഹോസ്പിറ്റലുകാർ വാങ്ങിക്കും. അപ്പോൾ അതിൽ നിന്നൊരു 500 രൂപ പാമ്പിനെ പിടിക്കാൻ പോകുന്ന ആളിന് കൊടുക്കുന്നുണ്ട്, അവർക്ക് വിഷമമില്ല. ഇതുകൊണ്ട് ഇതിൻ്റെ പിറകിടക്കണ ഇവർക്കൊന്നും ഒരു ഉപയോഗമില്ലാത്തൊരു കാരണം വെച്ചാൽ ഒരു കടി കിട്ടിയാൽ അവൻ ഇപ്പോൾ ഇതിൽ 90% പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരും എഡ്യൂക്കേറ്റഡ് അല്ല, സാധാരണക്കാരനാണ്. ഇപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് ഈ ആപ്പിൽ സർപ്പ എന്ന് പറഞ്ഞ ആപ്പിൽ കേരളത്തിലെ പാമ്പുകളെ കുറിച്ചാണ് ഇടേണ്ടത്. ഇതിൽ കിടക്കുന്നത് ഇന്ത്യയിലെ മൊത്തം പാമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തില്ലാത്ത പാമ്പിനെ കുറിച്ച് എന്തിനാണ് ഇട്ടേക്കുന്നത്? എന്നാൽ മലയാളത്തിൽ തുടങ്ങാത്ത എന്താ? ഇംഗ്ലീഷിൽ പാവപ്പെട്ട 90% ആൾക്കാർ സാധാരണക്കാർ, മേശരി പണിക്ക് പോകുന്ന ആളുണ്ട്, ആശാരി പണിക്ക് പോകുന്ന ആളുണ്ട്, തെങ്ങ് കയറ്റക്കാരനുണ്ട്, ഇവരൊക്കെയാണ് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ഇവർക്ക് കോബ്ര എന്ന് മാത്രമേ പറയും. ഇപ്പം നമുക്ക് 3 ടൈപ്പ് കോബ്ര കേരളത്തിലുണ്ട്, അല്ല ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇത് കോബ്ര ശരിയാണ്, ഓക്കെ. റസൽസ് വൈപ്പർ, അല്ലെങ്കിൽ അണലി വർക്ക് നമുക്ക് കാട്ടിലും അണലി വർക്ക് ഉണ്ട്. അപ്പോൾ റസൽസ് വൈപ്പർ ഇതൊക്കെ മാത്രമേ. അപ്പോൾ അതിന് മലയാളത്തിൽ അണലിയാണ്, അണലിയുടെ പേര് ഇന്നൊക്കെയാണ്. മൂർഖൻ എന്ത് കേരളത്തിൽ ഇന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പൈത്തൻ എന്നുള്ള പെരുമ്പാമ്പാണ്, പെരുമ്പാമ്പ് ഇന്ന പേരിൽ കേരളത്തിലുണ്ട്. മലയാളത്തിൽ തുടങ്ങാത്തതാ. അപ്പോൾ ഇങ്ങനെ കുറേ വീഴ്ചകളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്നെ കണ്ടുവിടാത്തത്. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റഡ്, ഞാൻ അപ്പുറത്ത് തട്ടിയും മുട്ടിയും 10ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. ഞാൻ MBBS പാസ്സായിരുന്ന ആളൊന്നുമല്ല. അപ്പോൾ എന്നെക്കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ നാടൻ ജീവിതം, എൻ്റെ നാടിൻ്റെ കേരളത്തിലെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, എൻ്റെ നാട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യ മേഖല ഇത് തുടങ്ങിയില്ലെങ്കിൽ ഇന്നും ഇവരാരും ഇതിൻ്റെ പിറകെ പോകാൻ പോകുന്നില്ല. ഇത്രയും ഒരു അപകടം പിടിച്ചൊരു എന്താ പറയുക ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണോ അതോ റെസ്പോൺസിബിലിറ്റി? ഞാൻ സത്യമായി എനിക്ക് 2-3 ഒന്ന് ബാധ്യത, എൻ്റെ പ്രകൃതിയോടുള്ള ബാധ്യത, എൻ്റെ ജനങ്ങളോടുള്ള ബാധ്യത, പിന്നെ 3 അത് രണ്ടും കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ. എനിക്ക് എൻ്റെ പറയുക എന്താ പറയുക, ഇതുകൊണ്ട് നാളെ ജീവിക്കാമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് നാളെ എന്താ പറയുക വലിയ ആളായി അറിയപ്പെടുന്ന ഒന്നുമില്ല. ഞാനൊക്കെ സാധാരണക്കാരാണ്. എന്നെ നിങ്ങളെപ്പോലുള്ള മീഡിയാസ് ഒന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരെന്നെ കുറച്ച് ബഹുമാനത്തോട് കാണുന്നു, അതേ ഉള്ളൂ. ഞാനൊരു മേശരി പണിക്കാരനാണ്. ഞാനൊരു മേശരി പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അന്നൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് തോന്നിട്ട് രാവിലെ 9-8 മണിക്ക് ജോലിക്ക് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ തരാം. അതിനിടയ്ക്കാണ് ഞാൻ പിന്നെ കോൺട്രാക്റ്റായി, ഒരുപാട് പണിക്കാർ വന്നു. പിന്നെ അവരെ പണിക്കെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പിറകെ നടന്നു. അപ്പോൾ എനിക്ക് അതിന് ഭയങ്കര നഷ്ടം വന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പിറകെ പോകുമ്പോൾ അവിടെ പണി നടക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ രാവിലെ പാമ്പിനെ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ പണി കിടക്കുക, ഇവർ പണി ചെയ്യുന്ന എനിക്ക് മുതലാകുന്നപ്പോൾ ഞാൻ അത് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഇതൊരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ എൻ്റെ സേവനം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായി. പ്രകൃതിക്ഷോഭം ഉണ്ടാകും, ഭയങ്കരമായിട്ട് വെള്ളം കയറി ഭയങ്കര പ്രശ്നമാണ്. ഒരു 2-3 വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു. നമ്മൾ റെസ്ക്യൂ ടീം ഒരു നേരം കാത്തിരിക്കുമോ? എനിക്ക് അവിടെ നിന്ന് ചോദിക്കണം. ഇവർ റെസ്ക്യൂ നിങ്ങൾക്ക് നീന്താറുണ്ട്, നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ അവിടെ കിടന്നോ? 10 അടി പൊക്കത്തി വെള്ളം. ഈ പ്രളയം നടന്ന സമയത്ത് 3-4 ജില്ലയിൽ ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ വെള്ളത്തിൽ ഒലിച്ചു വന്നവരൊക്കെ നീന്താറുണ്ടാത്തവന് താന്നും പൊങ്ങി പറഞ്ഞവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ഫയർഫോഴ്സ് വരുന്നവരാണ് വെയിറ്റ് ചെയ്യും. അവർക്ക് അപ്പോൾ കാണുന്ന ആൾക്കാർ രക്ഷിക്കും. അപ്പോൾ അവർ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടാണ് രക്ഷിക്കാൻ പോകുന്നത്. അവൻ്റെ ജീവനും കടയും വെച്ചാണ് രക്ഷിക്കാൻ പോകുന്നത്. എങ്ങനെ അവരെ രക്ഷിക്കണമെന്ന് മാത്രം ചിന്തിക്കും. ഞാനും അതേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ജീവൻ പോലും എനിക്ക് എൻ്റെ ജീവൻ കൊടുത്തിട്ട് 10 വരെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ഈസി ആയിട്ട് വലിച്ചറിയും. അല്ലാതെ എൻ്റെ ജീവൻ കൊടുത്തിട്ട് ഒരാളിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കലും ഞാനത് ചെയ്യില്ല. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും 10 പേർക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. അതൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ഈസി ആയിട്ട് അത് വലിച്ചറിയും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോ അപ്പനെയോ എൻ്റെ പെങ്ങളെയോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ഏറ്റവും വലുത് അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു വീട്ടിൽ ഒരു പാമ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പിടിക്കാൻ ധൈര്യമുണ്ട്. നിങ്ങൾ പിടിച്ച് നിങ്ങൾക്ക് അപകടം കൂടാതെ തന്നെ നിങ്ങൾക്ക് ചാക്കിലോ കുപ്പിയിലോ കയറ്റി എവിടെയും കൊണ്ട് തുറന്നുവിടാൻ പറ്റുക, അല്ലെങ്കിൽ വനം വകുപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വനം വകുപ്പ് ഏറ്റെടുത്ത് റിലീസ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ മാത്രമുള്ളൊരു സംഭവമാണ് റിലീസിങ് പോളിസി. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലുണ്ടോ? പിടിക്കുന്ന പാമ്പുകളെ റിലീസ് ചെയ്യാനുള്ള റിലീസിങ് പോളിസികൾ ഒറ്റ സംസ്ഥാനം മഹാരാഷ്ട്ര മാത്രമാണ്. കേരളത്തിലില്ല. പിന്നെ എന്ത് സേവിങ് എന്നാ പറഞ്ഞത്? ഇതിനെ എവിടെ വിടുന്നു എന്നാ പറഞ്ഞത്? ഇപ്പോൾ വനം വകുപ്പുകാർ പിടിക്കുന്ന പാമ്പുകൾ ഓക്കെ കാട്ടിവിടുന്നു, പ്രശ്നമില്ലെന്ന് പറയാം. പക്ഷേ നാട്ടിൽ പലരും പിടിക്കുന്ന പാമ്പുകൾ എവിടെയാണ് ഒരുപാട് തെളിവുകളുണ്ട്. ബൈപ്പാസിൻ്റെ സൈഡിൽ കൊണ്ടുവിടുന്ന കേസിൽ എത്ര വേണം നിങ്ങൾക്ക്? പേട്ട സ്റ്റേഷനിൽ കേസുള്ള എത്ര വേണം? പാമ്പിനെ കൊണ്ട് തുറന്നിട്ട് കേസുള്ള എത്ര വേണം? പോർട്ട് സ്റ്റേഷനിൽ കേസുള്ള എത്ര നിങ്ങൾക്ക് വേണം? ഒരുപാട് പരാതികളുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നതിന് ഇപ്പോൾ പാമ്പിനെ കാട്ടിക്കൊണ്ടുവിടുന്നത് മൊത്തം പാമ്പുകളെ കാട്ടിക്കൊണ്ടുവിടണമെന്ന് ഞാൻ പറയില്ല. കാരണം കാട്ടിക്കൊണ്ടുപോകുമ്പോൾ കാട് നശിക്കും. പക്ഷേ ജനവാസ മേഖലയിൽ വിടുന്നതിനോടും എന്താ പറയുക കണ്ട സ്ഥലത്തെ കൊണ്ടുവിടുന്നതിനൊക്കെ ഞാൻ എതിരാണ്. കാരണം പാമ്പ് എല്ലായിടത്തും ജീവിക്കണം. പാമ്പ് ഇപ്പോൾ ഈ പറയുന്നത് ഈ സേവിങ് ഇവിടെ പാമ്പിൻ്റെ ആവശ്യമില്ലേ? ഇവിടെ പാമ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആവശ്യമില്ലാത്ത കാരണം ഇത്രയും വേസ്റ്റ് ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ഇത് പാമ്പിൻ്റെ താഴ്വരല്ലേ? ഇത് പാമ്പുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമല്ലേ? ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കൊണ്ടിട്ട് ഇവിടെ ആൾക്കാർ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, ഈ ചപ്പുകൾ കൊണ്ടിടുമ്പോൾ
ഇവിടെ പാമ്പില്ല, ഇപ്പോൾ പാമ്പില്ലാതായി. അപ്പോൾ ഇവർക്കൊക്കെ ജീവിക്കാനുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കി അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥകൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ പാമ്പ് ഭൂമിയിൽ ആവശ്യമാണ്, ജീവിക്കേണ്ട സ്ഥലത്ത് ജീവിക്കേണ്ട. പാമ്പിനെ ഇവർ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവാണ്. കാരണം നാട്ടിൽ കിടക്കുന്ന ചേരയെ പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പാമ്പ് കൊടുത്തക്കാരെ ഇങ്ങനെ മുട്ട വെച്ച് വിരിയിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരു പാമ്പ് പ്രകൃതിയിൽ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കാട്ടിക്കൊണ്ടിട്ട് കാട് നന്നായിട്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ സാധനങ്ങളെല്ലാം കൂടെ കാട്ടിക്കൊണ്ടിടുമ്പോൾ ഈ മൂർഖനൊക്കെ പോലുള്ള പാമ്പുകളെ കൊണ്ട് കാട്ടിവിടുന്ന ഒരുപാട് ബൾഗാർ ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട് പണ്ട്. പക്ഷേ ഞാൻ ആ സ്ഥലത്ത് അന്ന് ആറാട്ടിലുണ്ടായിരുന്ന അശോകൻ സാറ്, അതുപോലെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഡെപ്യൂട്ടി മധു സാറ്, അതുപോലെ എന്താ പറയുക അരുൺ സാറ്, അതുപോലെ കെ മനോജ് സാറ്, അതുപോലെ നമ്മുടെ ഗോപി സാറ്, അതുപോലെ വിജയൻ സാർ, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരോട് നിങ്ങൾ ചോദിച്ചു, ഒരു പ്രാവശ്യം പാമ്പിനെ വിടാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചുള്ള ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മാറി വിടും. അപ്പം നമ്മൾ ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു പാമ്പുകളെ കിട്ടാറുണ്ടോ എന്ന് കാണാറുണ്ടോ, നമ്മൾ നോക്കാറുണ്ട്. ഇത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതൊന്നും പഠനങ്ങളല്ല, ഞങ്ങളുടെ ഒരു ഏകദേശ കണക്കുകൾ ഞങ്ങൾ തീരുമാനിച്ചിട്ട്, ഞങ്ങൾ ആറാട്ടി ടീം പോകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, സാറേ നമുക്ക് കഴിഞ്ഞ വർഷം വിട്ട സ്ഥലത്തൊന്ന് നോക്കണം, അവിടെ ഏതെങ്കിലും ഒരു അതിഥി ആ ഒരു 2-3 കിലോമീറ്ററിൽ ഉണ്ടോ എന്ന്. ഒന്നിനെയും കിട്ടും, ഒരു ചട്ട പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ജീവിക്കുന്നത് എന്താ പഠനമുണ്ട്, എന്തെങ്കിലും ഒരു പഠനമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എന്താ പറയുക, നമ്മുടെ മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബാൻഡഡ് ക്രൈറ്റ് എന്നൊരു പാമ്പിനെ കിട്ടി. ബാൻഡഡ് ക്രൈറ്റ് കേരളത്തിലില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കേരളത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന പാമ്പിനെ കിട്ടി. ഉടനെ ഞാൻ മഹാരാഷ്ട്രയിൽ പോയിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. 2 വർഷത്തിന് ഇപ്പോഴാണ് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ടിട്ട് പിടിച്ചൊന്നും അതിൻ്റെ കമൻസ് ഉണ്ട്. ഒരു പഠനം ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് വലയിൽ കുരുങ്ങി ഒരെണ്ണം കിട്ടി. ചത്ത് എൻ്റെ കിട്ടിയതിന് ഞാൻ നേരെ സൂവ തൊട്ടി കൈമാറി. എന്നുവെച്ചാൽ വീട്ടിലിട്ട് ജനങ്ങളെ കാണിക്കാണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മരണപ്പെട്ടു. രണ്ടാമത് അതേ സ്ഥലത്ത് വലയിൽ കുരുങ്ങി ഒരെണ്ണം കിട്ടി, മരിച്ചു കിട്ടി. കൊറോണ സമയത്ത് അവർക്ക് അതിനെ രക്ഷ, അവർക്ക് ഇറങ്ങി വരുന്നത് എന്നെ വിളിക്കാനോ പറ്റില്ല, അത് അവിടെ കിടന്ന് മരിച്ചുപോയി. ഒരു പഠനം ഇന്ന് നടന്നിട്ടുണ്ട് ഇതുവരെ? ഒരു പഠനമില്ല. 160ഓളം വെറൈറ്റി സാധനം കേരളത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. 160 ആണോ? ഇവിടെ ഈ മണ്ണിൻ്റെ ഇടയിൽ എത്ര ഏലം പാമ്പുകളുണ്ടെന്ന് പഠിക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലെ കാട്ടിലത്തെ ദിവസം പറഞ്ഞു, കാട്ടിനകത്ത് ഇതിനെല്ലാം കൂടെ കൊണ്ട് തുറന്നുകൊണ്ട് കാട്ടിൻ്റെ ഇലയൊക്കെ സംരക്ഷിക്കുന്ന, ഇലയൊക്കെ തിന്നുന്ന കുറേ പുഴുക്കളുണ്ട്. ഇതൊക്കെ നശിപ്പിക്കുന്ന കുറേ പുഴുക്കൾ, ഇതൊക്കെ ദ്രവിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തിന്നുന്ന കുറേ പുഴുക്കളുണ്ട്. ഈ പുഴുക്കളെ കൊല്ലാൻ വേണ്ടിയുള്ള കൊച്ചു ബേഡ്സുകൾ താഴെയുണ്ട്. തറയിൽ മുട്ടയിടുന്ന നമ്മുടെ കാട്ടുകോഴിയുണ്ട്, അതുപോലെ ഇതിൻ്റെ മണ്ടയിലൊക്കെ മുട്ടയിട്ട് കൂടുണ്ടാക്കി മുട്ടയിടുന്ന ഹമ്മിങ് ബേഡ്സ്, മറ്റേ ബുൾബുള്ളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ഇവൻ കയറി പിടിക്കും, ഇവൻ കയറി ഈസിയായിട്ട് പിടിക്കും. അപ്പോൾ ഇവരൊന്നും ഉണ്ടാവത്തില്ല, ഇവർ മൊത്തം നശിക്കും. അപ്പോൾ അവിടെ മറ്റൊരു സാധനം വളരെയല്ല ചെയ്യുന്നത്. ഒന്നുകൂടിയൊന്ന് നാശം തന്നെയാണ്, യാതൊരു സംശയം. അതെ, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലും നമ്മുടെ ഈ പരിസരത്തൊക്കെ ജീവിക്കേണ്ട പാമ്പുകളെല്ലാം കൂടെ പിടിച്ച് കാട്ടിക്കൊണ്ട് ഇവിടുത്തെ ബാലൻസിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയും നിങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്താ പറയുക, ഒന്നുകിൽ തലയ്ക്ക് സുഖമില്ലെന്ന് പറയും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയും. ഞാൻ MBBS പാസ്സായാളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ സാധാരണക്കാരനാണ്. എൻ്റെ അറിവ് എൻ്റെ ചുറ്റിനുള്ള ആളിൽ നിന്ന്, അറിവിലുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഒരുപാട് ഇപ്പോൾ പാമ്പിനെ നായ്ക്കളും ജീവികൾക്ക് പാമ്പ് കടിയേറ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വെറ്റിനറി ഡോക്ടേഴ്സ് ഒരുപാട് എൻ്റെ പ്രിയ ജേക്കബ് സാറുണ്ട്, ജോ ജേക്കബ് ഉണ്ട്, അങ്ങനെയുള്ള സാറന്മാരെ വിളിച്ചു ചോദിച്ചു, സാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിനൊക്കെ വരേണ്ട കാര്യം, ഇത് കടിച്ചിട്ട് എന്താ ചെയ്യുന്നത്.